ഇതാണ് സ്വിങ് പവർ മെഷീൻ. ഇത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള ബിഗിനേഴ്സ് ഉണ്ടാവില്ല, അറിയാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് തികച്ചും കറണ്ടിൽ മാത്രം പ്രവർത്തിക്കുന്ന മെഷീനാണ്. സാധാരണ എന്താ പെടലങ്ങനെ ചവിട്ടിയിട്ടിരിക്കണ്ട, അത് ചവിട്ടണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വർക്കാവും. ഇതിലെങ്ങനെ നൂല് കോർക്കുക, അല്ലെങ്കിൽ ഇതിൽ ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റുക, അതിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ഉള്ള ജസ്റ്റ് വിവരണം മാത്രം, അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് സൈഡിലൊരു ചക്രം കണ്ടില്ലേ, അതുപോലത്തെ ആ ചക്രമാണ്. അത് കറക്കേണ്ട ആവശ്യമില്ല, പ്രസ് ചെയ്ത് പോലെ തന്നെ കറങ്ങിക്കോളും. ഇതിൽ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുത്ത് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ ലൈറ്റ് വരും. ആ ഡിസ്പ്ലേയിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നീഡിൽ സെറ്റിങ്, ഓട്ടോമാറ്റിക് ത്രെഡ് സെറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ത്രെഡ് കട്ടാവും, സ്പീഡ് കൂട്ടുക കുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാം. ഇതൊരിക്കലും സിംഗറിനെ പ്രൊമോട്ട് ചെയ്യാൻ എടുത്ത വീഡിയോ എന്നല്ല. എന്നാൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നൂല് കോർക്കുക എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഇത് നൂല് വെച്ച ശേഷം നൂലെടുത്തിട്ട് മേലെ അതിൻ്റെ ഓട്ടയൊക്കെ ഇട്ടിട്ട് ഇവിടെ ടെൻഷൻ, ഈ ടെൻഷൻ ബാറിക്കൂടെ പ്രശ്നം. ബോബിൻ യൂസ് ചെയ്യും. ജസ്റ്റ് ബോബിനിലൊന്ന് കറക്കിയെടുത്തിട്ട് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ ലോക്ക് ഉണ്ടാവും, ലോക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ബോബിൻ ലോക്കാക്കിയ ശേഷം താഴെ പെടലിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. നൂല് കറങ്ങി ചുറ്റിക്കും. നൂല് ഫുള്ളൊക്കെ ഇറങ്ങിയ ശേഷം ലോക്ക് താനെ വീഴും. അപ്പോൾ നമുക്ക് ബോബിൻസ് എടുക്കാം. നൂല് ചുറ്റിയ ബോബിന് എങ്ങനെ കേസിൽ മാറ്റണം, കേസിലെടുത്തിട്ട് ഇതെങ്ങനെ ഇട്ടാം, ഈസിയല്ലേ. ഇനി ജസ്റ്റ് ഈ ബോബിന് എങ്ങനെയാണ് മെഷീനിൽ ഇടാന്ന് പറഞ്ഞുതരാം. ഇത് താഴെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ വലിച്ചെടുത്തിട്ട് ബോബിനെ ഇതായി ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് ഉണ്ടല്ലോ, ആണോന്നറിയില്ല, അതവിടെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലെങ്ങനെ നൂല് കോർക്കാന്ന് പറഞ്ഞാൽ, മേലെ കാണുന്ന ഈ ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിൽ കൂടെ ഒന്ന് എടുത്തിട്ട് പിന്നെ താഴെ കാണുന്ന ആ ഹോൾസിൽ കൂടെ എടുക്കുക. പിന്നെ അതേ താഴെ കാണുന്ന ഹോൾസിൽ കൂടെ ഒന്നുകൂടെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ താഴെ ഒരു ഹോൾസ് ഉണ്ടാവും, ആ ചെറിയ ഹോൾസിൽ കൂടെ എടുത്തിട്ട് ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷനിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കുക. ആ ടെൻഷനിൽ ആ ചക്രം ഉണ്ടല്ലോ, ആ ചക്രത്തിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് താഴെ അതിലും വലിയൊരു ടെൻഷൻ ഉണ്ട്, അതിലേ ഒന്ന് കറക്കുക. അതിൽ കറക്കി എടുത്തതിന് ശേഷം അടുത്തന്നെ ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിൽ വലിച്ചതിന് ശേഷം താഴെ ഒരു കമ്പി ഉണ്ട്, ആ കമ്പി കൂടെ എടുത്തിട്ട് മേലെ ആ ഹോൾസിൽ കൂടെ എടുക്കുക. ഹോൾസിൽ കൂടെ എടുത്തിട്ട് താഴെ നൂല്, മേലെ വഴിയെടുത്ത നൂലുണ്ടല്ലോ, ആ നൂലിന് താഴെ നീഡിൽസിൻ്റെ ഹോൾസ് വഴിയെ കോർത്തെടുക്കണം. ഹോൾസ് വഴിയെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിട്ട് താഴത്തെ ബോബിൻസിൽ നൂലുണ്ട്, അത് നമുക്ക് എടുക്കണം. അത് എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള ചക്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്ത് പറഞ്ഞാൽ താഴെയുള്ള ബോബിൻസിലെ നൂല് മേലെ വരും. ആ മേലെ എടുത്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് സാധാരണ നേരെ വെച്ച് കൊടുത്തിട്ട് ഫുട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കാൻ മേലെയുള്ള ഇതുണ്ടല്ലോ, ആ മേലെയുള്ള ആ റെഡ് കളർ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്ത് പറഞ്ഞാൽ ഫ്ലോട്ട് താഴെയാവും. നമുക്ക് ജസ്റ്റ് അടിക്കണമെങ്കിൽ താഴെ പെടലൊന്ന് അമർത്തി കൊടുത്ത് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്പീഡിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ക്ലോത്തിൽ സ്റ്റിച്ചിങ് സ്ട്രൈറ്റായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.